പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുന്നു. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് കീം എൻട്രൻസ് എക്സാം എഴുതിയവർ, ഇപ്പോൾ ക്വാളിഫൈ ചെയ്തവരൊക്കെ അറിയാം, അവരുടെ കീം സ്കോർ ഒക്കെ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് +2 റിസൾട്ടോടെ എല്ലാവർക്കും കേരളയുടെ വന്നു, CBSE വന്നു. ഇനി നിങ്ങൾക്ക് അത് എൻട്രി ചെയ്യുക എന്നുള്ളത് അടുത്ത പണിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ വിൻഡോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതെന്താ ലേറ്റ് ആവുന്നു എന്നുള്ളത് അറിയില്ല. സമയമൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം പല കുട്ടികൾക്കും അബദ്ധം പറ്റിയ പല കാര്യങ്ങളും തെറ്റിച്ചു വിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിന്റെ പുറകെ നടന്ന് അവർ അറ്റൻഡ് ചെയ്യാതെ, നമ്മൾ എന്തെങ്കിലും തെറ്റി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സിയിലോട്ട് വിളിക്കുന്നു, അവർ അറ്റൻഡ് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ, അതും പിന്നെയും പ്രശ്നങ്ങൾ. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് സ്ലോയിൽ സ്റ്റഡി ആയിട്ട് സാവധാനം ക്ഷമയോടുകൂടി ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാർക്ക് ഏകദേശം എല്ലാവർക്കും കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതി കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലെ റാങ്ക് ഒക്കെ ഏതൊക്കെ മാർക്കിനാണ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണെന്ന് അറിയണ്ടേ അല്ലേ? അതറിഞ്ഞ് പലരും പല കോളേജിനെയും സ്വപ്നം കാണുന്നുണ്ട്. ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചേക്കാം, ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന കോളേജിൽ പഠിച്ച് നല്ലൊരു, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇതിന്റെ എക്സൈറ്റ്മെന്റോടുകൂടി കാണുന്നവർ, മീൻസ് വളരെ ആഗ്രഹത്തോടുകൂടി പഠിക്കാൻ പോകുന്നവർ ഒത്തിരി പേരുണ്ട്. പിന്നെ എല്ലാവരും പഠിക്കാൻ പോകുന്നത് ആഗ്രഹത്തോടല്ലെന്നല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുന്നത്, അതിനൊരു വൈറലായിട്ട് പഠിത്തത്തിനെ കണ്ട് നന്നായിട്ട് പഠിച്ചെടുത്ത് നല്ലൊരു ജോലി, അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടമല്ലാതെ പോകുന്നവരുമുണ്ട്, വീട്ടുകാരുടെ നിർബന്ധത്തിനും പോകുന്നവരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു മാർക്ക് റാങ്ക്, ഇത് ഞാനൊന്ന് 600-ലെ കാര്യമാണേ. ഇപ്പൊ നമുക്ക് 300-ല് ടീമിന്റെ സ്കോർ കിട്ടി, 300-ല് നമ്മുടെ +2-ന്റെ കിട്ടി, ടീം കിട്ടി, അത് ടീം 300-ലോട്ട് മാറ്റിയത്, നെക്സ്റ്റ് +2, ഇത് രണ്ടും ചേരുമ്പോൾ 600. 600-ൽ എത്ര കിട്ടി, ഇതാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലത്തെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് ഇപ്പൊ നോക്കാൻ പറ്റും പല കോളേജിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ റാങ്കിനാണ് ഓരോ ബ്രാഞ്ചും കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം ഞാനൊരു നല്ലൊരു നമ്പറിൽ എത്തിച്ചുകൊണ്ട് അത് പറയാം. നമുക്ക് 10,000 10,000, ഈ 10,000 റാങ്ക് എന്ന് പറയുന്നത് ഏത് മാർക്ക് കിട്ടുമ്പോഴാണ് ഏകദേശം. അത് നമുക്ക് ഇപ്പൊ ഏകദേശം 600-ൽ ഒരു 350 തൊട്ട് 370 മാർക്ക് വരെ സ്കോർ ചെയ്ത് ഇതിനിടയ്ക്ക് മാർക്ക് ഉള്ളവർക്കെല്ലാം ഏകദേശം 10,000 എന്ന് പറയുന്നതിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ നിൽക്കാം. അത് ഈ വർഷത്തെ ചെറിയ ചേഞ്ചസിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും. അത് ഈ വർഷം ചില സെഷനുകളൊക്കെ ചില ദിവസങ്ങളൊക്കെ ടഫാന്ന് പറയുന്നു, ചില ദിവസങ്ങൾ ഈസിയാന്ന് പറയുന്നു. അതൊക്കെ ആ പെർസെന്റേജിലുള്ള ചേഞ്ചസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം നല്ലൊരു റാങ്ക് വരുന്നത് ഇതാണ്. 350 തൊട്ട് 370 വരെയുള്ള റേഞ്ചിലുള്ളവർക്ക് നമുക്ക് ഏകദേശം 10,000 എന്ന് പറയുന്ന ഒരു 10K എന്ന് പറയുന്ന റാങ്ക് നമുക്ക് കിട്ടാനുള്ള വഴി ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2,000 4,000 റാങ്ക്, 2,000 തൊട്ട് 4,000 വരെയുള്ള ഒരു റാങ്ക് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 600-ൽ ഏത് മാർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുക. 2,000 തൊട്ട് 4,000 വരെ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 420 തൊട്ട് 460 മാർക്ക് വരെ റേഞ്ചിൽ വരുന്നവർക്ക് നമുക്ക് ഏകദേശം 2,000 തൊട്ട് 4,000 റാങ്കിനിടയ്ക്കുള്ള റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതോറും പിന്നെ അങ്ങോട്ട് വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ, ആൾക്കാരുടെ എണ്ണം കുറയുന്നു. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. നമുക്കൊരു ഫസ്റ്റ് റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു 580-ക്ക് മേളിൽ വേണം. 580-ന് മേളിൽ വരുമ്പോഴാണ് നമുക്കൊരു 10 റാങ്ക്, ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത്. അത്രയും പോകത്തില്ല, 10 റാങ്ക് പോലും പറ്റില്ല. ഒരു 5 റാങ്ക് ഒക്കെ വരത്തുള്ളൂ. 580-85-ന് മേളിലോട്ട് വരുന്നവർക്ക് 1-2 പേരൊക്കെ 5-4-5 പേരെ കാണുന്നുള്ളൂ. അപ്പൊ ഒരു 550-നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് 100-നുള്ളിൽ നിൽക്കും കേട്ടോ. മാർക്ക് നമുക്ക് 600-ൽ 550 അപ്പുറത്തോ ഇപ്പുറത്തോ +or- കേട്ടോ, +or- വരുമല്ലോ. അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ അപ്പുറം ഇപ്പുറമൊക്കെ ആ നെയ്ബർഹുഡിൽ നിൽക്കുന്നവർക്ക് നമുക്ക് ഏകദേശം 100, 50, 100, 150 ആ റേഞ്ചിന് ഇടയ്ക്കൊക്കെ ആയിരിക്കും അവരുടെ റാങ്കുകൾ. പിന്നെ നമുക്കൊരു 320, 300, 310, 320, 330 ഇങ്ങനെയൊക്കെ മാർക്ക് ഇതിനിടയ്ക്ക് വരുന്നവർക്ക് ഏകദേശം നമ്മുടെ റാങ്ക് ഏകദേശം ഒരു 15,000-ന് അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ നിൽക്കും കേട്ടോ. 15,000-ന് തൊട്ടപ്പുറം ഇപ്പുറമായിട്ടൊക്കെ നിൽക്കുന്ന റാങ്കുകളാണ് ഇതൊക്കെ. ഓക്കെ, ഒരു 14,000, 13,000 അങ്ങനെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നവരാണ് ഈ റാങ്ക്. ഒരു 15-ന് മേളിലോട്ട് ചിലപ്പോൾ പോകാം, അതൊക്കെ ചെറിയ വ്യത്യാസം കൊണ്ട് മാത്രമായിരിക്കാം.
ഇനി നമുക്കൊരു 300 റാങ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് 300 മാർക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് 20K പ്ലസ് ആവും. മീൻസ് 20,000 തൊട്ട് മണ്ടയ്ക്കൊക്കെ ആയിരിക്കും അവരുടെ റാങ്ക് വരുന്നത് കേട്ടോ. 300 മാർക്കൊക്കെ 600-ൽ നമുക്ക് 300 ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള റാങ്ക് ഏകദേശം 20,000 മേളിലോട്ടാവും. പിന്നെ നമുക്ക് ഒരു 270, 280 ഒക്കെ വരുമ്പോഴത്തേക്ക് അത് 30-ലോട്ടൊക്കെ പോകും കേട്ടോ. 30,000-ലോട്ടൊക്കെ പോകും. പിന്നെ ഏകദേശം റാങ്ക് വരുന്നത് 50,000 തൊട്ട് 60,000 വരെയാണ് റാങ്കിന്റെ വരുന്നത് കേട്ടോ. 50,000 അവർക്കൊരു അഡ്മിഷൻ കിട്ടും കേട്ടോ. ഇനി അഡ്മിഷൻ കിട്ടത്തില്ല എന്നൊന്നും പേടിക്കേണ്ട, അവർക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ കോളേജ് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് ആയിരിക്കും. എന്തായാലും എഞ്ചിനീയറിംഗിലൂടെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ വഴിയുണ്ട്. പിന്നെ ചില ബ്രാഞ്ച് കിട്ടാൻ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പൊ എല്ലായിടവും ഇന്നടത്ത് കിട്ടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നടക്കണമെന്നില്ല. എന്നാലും എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗിന് പോയി ജോയിൻ ചെയ്യുന്ന രീതി മാറ്റണം. അവരവർക്ക് ഇച്ചിരി താല്പര്യം വേണം, പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം, പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി മാത്രമേ പോകാവുള്ളൂ. കാരണം ഇത് അത്ര ഈസി ഒന്നുമില്ല. KT യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്ര ഈസി ഒന്നുമല്ല സിലബസ്. എല്ലാ വർഷവും ഏകദേശം ഒരു 50% ആണ് പാസ് എന്ന് പറഞ്ഞാൽ പോകുന്നവരിൽ പകുതി പേരെ ജയിക്കുന്നുള്ളൂ, പകുതി പേര് ഏകദേശം ഫെയിൽ ആവുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. പൈസയും വർഷങ്ങളും ഒക്കെ നഷ്ടമാവുന്ന കാര്യങ്ങൾ കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് പോയാൽ മതി. നമുക്ക് പറ്റാത്തൊരു കാര്യത്തിൽ ചുമ്മാ പോയി കിടന്ന് പെടേണ്ട ആവശ്യമില്ലല്ലോ. പറ്റും, ഞാൻ എന്തായാലും ചെയ്തെടുക്കും എന്നുള്ള മനോഭാവത്തോട് പോയി കഴിഞ്ഞാൽ ഇവനെ നമുക്ക് നേടിയെടുക്കാൻ വലിയ പാടുള്ളതല്ല. അപ്പൊ ഏകദേശം നമ്മുടെ റാങ്ക് ഒക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അപ്പൊ ഇതിനകത്തൊന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. മാക്സിമം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള റാങ്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.